പിന്നെ ഫൈസൽ ഫിറോസ് എന്ന് പറയുന്ന ഇടതുപക്ഷ പാർട്ടി പ്രവർത്തകൻ അയാൾ വീണ്ടും പ്രകോപനങ്ങൾ ഉണ്ടാക്കുകയും ഫൈസലിൻ്റെ മകനും അതേപോലെ തന്നെ ഫൈസലിൻ്റെ ഏട്ടനുമൊക്കെ സഞ്ചരിച്ചിരുന്ന വാഹനം തടുത്ത് നിർത്തി ആ വാഹനത്തെ അടിക്കുക, വാഹനത്തിന് വാഹനം കേടുവരുത്തുക, കുട്ടികൾക്ക് പരിക്കേൽക്കുന്ന വിധത്തിൽ ആക്രമിക്കുക. അങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു പെറ്റീഷൻ കൊടുത്തു. ഇതിൻ്റെ ഭാഗമായി ഫിറോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസിന് 308 വകുപ്പിട്ടുകൊണ്ട് തന്നെ അത് നാട്ടിൽ സമാധാനമുണ്ടാക്കുന്നതിൽ ഈ കക്ഷിയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അയാളെ അറസ്റ്റ് ചെയ്തത്. അയാൾ കോടതി റിമാൻഡ് ചെയ്തു. അയാളിപ്പോൾ കോടതി ജയിലിലാണ്. അയാൾ ഇടതുപക്ഷ പ്രവർത്തകൻ ആണെന്നുള്ളതോ അതല്ലെങ്കിൽ മറ്റ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയോ കാര്യങ്ങളല്ല. അയാളാണ് നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പോലീസിന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഫിറോസിനെ അറസ്റ്റ് ചെയ്തത്. ഇതിന് തിരിച്ച് പിന്നെ കേസ് കൊടുത്ത് കൗണ്ടർ കേസ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ചില പ്രവർത്തകരുടെ പേരിൽ പോലീസ് കേസെടുക്കുകയുണ്ടായി. പക്ഷേ പോലീസ് കേസെടുത്തത് അത് ബെയിലബിൾ ഇത് വെച്ചിട്ടാണ്, ആക്ട് വെച്ചിട്ടാണ്. അവർക്ക് ജാമ്യം കിട്ടുന്ന വകുപ്പായിരുന്നു. നമ്മുടെ 2 കുട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവർ പിന്നെ കോടതിയിൽ ഹാജരാക്കി. അവർക്ക് ജാമ്യം കിട്ടി. അങ്ങനെ പോയി. ഇങ്ങനെ വന്നപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നിടത്തേക്ക് എത്തുകയാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ അവർ വന്ന് കുത്തിയിരിപ്പ് സമരം നടത്തുന്നു. അവരുടെ നേതാക്കന്മാർ വരുന്നു, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഇവരോട് പറയുന്നു. തൽക്കാലം അവരവിടുന്ന് മാറിപ്പോകുന്നു. വീണ്ടും മറ്റ് ഈ ഏരിയയിലുള്ള മറ്റുള്ള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരൊക്കെ ഒത്തുകൂടുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ കാര്യം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ആനമൂളിയിലോ തെങ്കരയിലോ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കേണ്ട നേതാക്കന്മാർ പാർട്ടിയിൽ കലാപമുണ്ടാക്കുന്ന നാട്ടിൽ കലുഷിതമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വീണ്ടും ഈ നാട്ടിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതുകൊണ്ട് ഇപ്പോൾ ഇവർ ഉപരോധിച്ചാലും ശരി ഉപരോധിച്ചില്ലെങ്കിലും ശരി പോലീസ് ഭരിക്കുന്നത് പിണറായിയുടെ പോലീസാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ പോലീസ് നീതിയാണ് ഇവിടെ ചെയ്യുന്നത്. ആ നീതിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. പോലീസ് കാണിക്കുന്ന നീതിയോടൊപ്പം ഞങ്ങൾ